ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ടെക് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു സെഷനിലേക്ക് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്സിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ മൊഡ്യൂൾസിനും കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ദ സിസ്റ്റം ഓഫ് 4 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലീനിയർ ആൾജിബ്രയുടെ ടോപ്പിക്കാണ്. നമുക്കിപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ട് അതും ഈക്വൽ ടു 0 കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു ഹോമോജീനിയസ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണ്, അല്ലെ? ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. സോ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ വരും? നമുക്കറിയാം, എപ്പോഴും ഹോമോജീനിയസ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിരിക്കും. അതായത് ദേ വിൽ ഓൾവേസ് ഹാവ് എ സൊല്യൂഷൻ. ഒന്നുകിൽ ഒരു ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും, അല്ലെ? അപ്പോൾ ഇതിന് ജനറലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ റാങ്ക് കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതാണ്. അപ്പൊ പൊതുവെ നമുക്ക് ഹോമോജീനിയസ് അല്ല വരുന്നതെങ്കിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമ്മുടേത് നോൺ ഹോമോജീനിയസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ റാങ്ക് മെത്തേഡാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ അങ്ങനെ ഇരിക്കെ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തും കണ്ടുപിടിക്കാം. പക്ഷേ ഇത് നോക്കിക്കേ, ഇപ്പൊ നമുക്ക് 4 വേരിയബിൾസ് ഉണ്ട്, 4 ഇക്വേഷൻസും ഉണ്ട്. സോ ഒരു 4x4 മെട്രിക്സ് വരും. സോ അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കാൻ കുറെ ടൈം എടുക്കും. അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് റാങ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഈസിയർ ആയിട്ടുള്ള മെത്തേഡ്. സോ നമുക്ക് ഇതിന്റെ റാങ്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം അറിയാം, ഹോമോജീനിയസ് സിസ്റ്റം ആയതുകൊണ്ട് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലെ? സൊല്യൂഷൻ ഉണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അത് ഈ നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആണോ അതോ ലെസ് ദാൻ ആണോ എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണെന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നോ സൊല്യൂഷൻ ഉറപ്പാണ്, നമുക്ക് തെറ്റാണെന്നുള്ളത്, അല്ലെ? സോ നമുക്ക് ഫസ്റ്റ് സോൾവ് ചെയ്യാം. ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മുടെ മെട്രിക്സിനെ ഫസ്റ്റ് ഒന്ന് എഴുതാം. 1 1 2 3 3 4 7 and 10 5 7 11 17 6 8 13 16. ഓക്കെ, സോ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ റോ എഷലോൺ ഫോമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് 1 തന്നെയാണ്. സോ അതിനെ ചേഞ്ച് ചെയ്യുന്നില്ല. ഞാൻ ബാക്കിയില്ല ആ 1ന് താഴെ വരുന്ന എല്ലാത്തിനെയും 0 ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന റോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് R2 implies R2 minus 3R1. അതുപോലെ തന്നെ R3 implies R3 മൈനസ് 5R1, അല്ലെ? ഇവിടെ 5നെ 0 ആക്കണമെങ്കിൽ എനിക്ക് ഇവിടെ 5 മൾട്ടിപ്ലൈ ആയിട്ട് അതിനെ സബ്ട്രാക്ട് ചെയ്യണം, അല്ലെ? അതുപോലെ തന്നെ R4 എന്ന് പറയുന്നത് R4 മൈനസ് 6 ടൈംസ് ഓഫ് R1, അല്ലെ? സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും മെട്രിക്സ് വരുന്നത്? ഇത് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 1 2 3. ഇവിടെ നമുക്ക് 0 ആവും, ഈ ഒരു ടേം 0 ആവും. 0 then 1 1 ആൻഡ് 1. ഓക്കെ, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്താൽ മതി. ഈ ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസർ ആണ്. അടുത്തതുപോലെ 5 R3 മൈനസ് 5R1, 5 മൈനസ് 5 into 1, അല്ലെ? 5 മൈനസ് 5 0 വരും. അടുത്ത 7 മൈനസ് 5 വരുന്നത് 2 വരും. 11 മൈനസ് 5 into 2 അതായത് 10 വരും, അല്ലെ? 11 മൈനസ് 10 എന്ന് പറയുന്നത് 1 വരും. 17 മൈനസ് 5 into 3 that is 17 മൈനസ് 15 വരും, അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇനി അതുപോലെ തന്നെ ഇവിടെ 6 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 6 മൈനസ് 1 into 6 0 വരും. അടുത്ത 8 മൈനസ് 1 into 6 2 വരും. അടുത്ത 13 മൈനസ് 2 into 6 എത്ര വരും? 12 വരും. സോ 13 മൈനസ് 12 will give us 1. 16 മൈനസ് 3 into
6 അല്ലേ. അപ്പം 16 മൈനസ് 18 നമുക്ക് -2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ താഴെയുള്ളതെല്ലാം നമ്മൾ 0 ആക്കി. ഇനി ഈ ലീഡിംഗ് ആയിട്ടുള്ള നമ്പറിന്റെ താഴെയുള്ളതിനെ നമുക്ക് സീറോസ് ആക്കണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്? ഇതിന്റെ ട്വൈസ് കൊണ്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പൊ R3 ഇംപ്ലൈസ് R3 മൈനസ് 2 ടൈംസ് ഓഫ് R2. അതുപോലെ തന്നെ നമുക്ക് R4നെ എന്ത് ചെയ്യാം? R4 മൈനസ് 2 R2 അല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന ഉത്തരമായിട്ട്? 1 1 2 3 0 1 1 1. അടുത്ത എന്തായി? 0 2 മൈനസ് 1 ഇൻറ്റു 2 0 1 മൈനസ് 2 ഇൻറ്റു 1, അതായത് 1 മൈനസ് 2 മൈനസ് 1 2 മൈനസ് 1 ഇൻറ്റു 2 2 മൈനസ് 2 0 വരും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും എന്താണ്? 0 0 0. ഇവിടെ മാത്രം വേറെ എലമെന്റ് അല്ലേ. -2 ഇൻറ്റു -2 മൈനസ് 1 ഇൻറ്റു, അതായത് -2 കൂടെ -4 ആവും അല്ലേ. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കിക്കേ, ഇവിടെ താഴെ എന്ത് ചെയ്യും? ഈ -4നെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. മുകളിലത്തത് കൊണ്ട് നമുക്ക് ഒരു റോ ഓപ്പറേഷൻസ് വഴിയും ഇതിനെ മാറ്റാൻ പറ്റില്ല. മാറ്റി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എലമെന്റ് എന്ത് ചെയ്യും? നോൺ സീറോ ആയിട്ട് മാറും. സോ കംപ്ലീറ്റ്ലി സീറോസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലെ. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ എന്താണ്? നമുക്ക് റോ എഷലോൺ ഫോമിലോട്ട് മാറ്റുമ്പോഴും നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് എത്ര കിട്ടിയ? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? ഈക്വൽ ടു 4 അല്ലേ. 1, അതായത് നോൺ സീറോ ആയിട്ടുള്ള റോസ് റോ എഷലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എത്ര നോൺ സീറോ ആയിട്ടുള്ള റോസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ റാങ്ക് ആയിട്ട് എടുക്കുന്നത്. സോ ഇവിടെ നോൺ സീറോ ആയിട്ടുള്ള 4 റോസ് ഉണ്ട് അല്ലേ. സോ 4, വിച്ച് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അൺനോൺസ് അല്ലേ. ഇവിടെ എത്ര അൺനോൺസ് ഉണ്ട്? x1 x2 x3 ആൻഡ് x4 അല്ലേ. നമ്പർ ഓഫ് അൺനോൺസ്. അപ്പോൾ ഈ കണ്ടീഷൻ റാങ്കും നമ്പർ ഓഫ് അൺനോൺസും ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? ട്രയൽ സൊല്യൂഷൻ കിട്ടും അല്ലേ. ട്രയൽ സൊല്യൂഷൻ. ഇനി അല്ല ലെസ് ദാൻ ആണ് വരുന്നെങ്കിൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് ആയിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ട്രിവിയൽ സൊല്യൂഷൻ വരും അല്ലേ. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താണ് വരിക? ദ റൈറ്റ് ആൻസർ ഈസ് ട്രയൽ സൊല്യൂഷൻ അല്ല, ട്രിവിയൽ സൊല്യൂഷൻ അല്ലേ. ട്രിവിയൽ സൊല്യൂഷൻ ടേം മാറിപ്പോയതാണ്. സോ നമുക്ക് ട്രിവിയൽ സൊല്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലീനിയർ ആൽജിബ്രയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലീനിയർ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇനി ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ തന്നെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന എന്താണ്? സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ ഒരു കൺസെപ്റ്റ് പഠിച്ചു. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻസ് ഡിറൈവ് ചെയ്യുന്നത്, റാങ്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, റോ എഷലോൺ ഫോം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. അപ്പൊ അത്രയും തന്നെ നമ്മുടെ ലീനിയർ ആൽജിബ്രയുടെ പോർഷനിൽ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ 3 ഇക്വേഷൻസേ ഉള്ളൂ, 4 അൺനോൺസ് ഉണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെയിം. സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ എഴുതാം. മാട്രിക്സ് എഴുതുമ്പോഴത്തേക്കും ഇവിടെ നോക്കിക്കേ, ഇത് നോൺ ഹോമോജീനിയസ് ആണ്. അപ്പം നമുക്ക് ഒന്നുകിൽ എന്തുണ്ടാകാം? ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടാകാം, ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടാകാത്ത ചാൻസും വരാം. സോ നമുക്ക് ഫസ്റ്റ് റാങ്ക്, അപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. നേരത്തെ നമ്മൾ എ മെട്രിക്സ് മാത്രം, അതായത് കോഎഫിഷ്യന്റിന്റെ മെട്രിക്സ് മാത്രമേ നമ്മൾ എഴുതിയത്. ഇവിടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ 1 2 -1 -5 4 1 3 -2 -7 and 5 1 അല്ല 2 -1 3. ഇവിടെ നമുക്ക് 0 ആണ് വരുന്നത്. ഓക്കെ, 0 ആൻഡ് ഇവിടെ 3 വരും അല്ലെ. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്താണ്? ഇതിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. സോ R2 ഇംപ്ലൈസ് R2 മൈനസ് R1 ആൻഡ് R3 എങ്ങനെ കിട്ടും? R3 -2 ടൈംസ് ഓഫ് R1 ചെയ്താൽ മതി അല്ലേ. സോ ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. 1 2 -1 -5 4. ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ 0 വരും. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെ ആയിരിക്കും. 1 -1 -2 1 വരും. പിന്നെ ഇവിടെ നമ്മൾ 0 -5 വരും, 5 വരും, 10 വരും, ആൻഡ് ഇവിടെ ഒരു -5 വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന് ഈ 1 താഴെയുള്ള എലമെന്റിനെ 0 ആക്കണം. സോ വാട്ട് വിൽ വി ഡു? R3 ഇംപ്ലൈസ് R3 മൈനസ് വേണോ? അല്ല, R3യുടെ കൂടെ ഇവിടെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ. സോ R3 + 5 ടൈംസ് ഓഫ് R2. അപ്പൊ എങ്ങനെ വരും? 1 2 -1 -5 4 0 1 -1 -2 1. ഇവിടെ എന്താ? 0, ഇവിടെ 0 ആകും. ഇവിടെ ഇൻറ്റു 5 ചെയ്യുമ്പോൾ -5, എന്നിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 5 - 5 0. ഇവിടെയും 10 - 10 0. ഇവിടെയും -5 + 5 0 വരും അല്ലെ. സോ ഇത്രയും ഈ ഫസ്റ്റ് 4 കോളംസ് ആണ് നമ്മുടെ എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ 5 കോളംസും ചേരുന്നതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ റാങ്ക് ഓഫ്
എ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് അല്ലെ, 2 എണ്ണം അല്ലെ, 2 റോസ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ റാങ്ക് ആയിട്ട് വരുന്നത്. ഇനി റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എങ്ങനെ വരും? അതും സെയിം ആണ് അല്ലെ, ലാസ്റ്റത്തെ ഒരു റോ ഫുൾ അവർക്ക് 0 ആയിട്ട് പോയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾട്ടോ 0. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ഓഫ് നമുക്ക് ഇവിടെ നിന്ന് എന്താണ് കിട്ടുന്നത്? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണ്? സെയിം ആണ് അല്ലെ, ഈക്വൽ ടു 2. ആൻഡ് ഓൾസോ ഇത് നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആണ്. ഇവിടെ 4 അൺനോൺസ് ഉണ്ട്, പക്ഷെ ഇറ്റ് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് അല്ലെ, ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. സോ ഈ കേസ് വരുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2 ലെസ് ദാൻ 4 അല്ലേ. സോ ഇവിടുത്തെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് അല്ലേ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഈ 2 ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ ലീനിയർ ആൽജിബ്രയുടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്, നിങ്ങൾക്ക് റാങ്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, സിസ്റ്റം ഓഫ് ഹോമോജീനസ് ചോദിച്ചാലും നോൺ ഹോമോജീനസ് ചോദിച്ചാലും അതിന്റെ പിന്നെ സൊല്യൂഷന്റെ കേസ് ചോദിച്ചാലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ലീനിയർ ആൽജിബ്രയുടെ നമുക്ക് വെയിറ്റേജ് 8 മാർക്സ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നിന്നും റാങ്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ എന്തായാലും മിനിമം എക്സ്പെക്ട് ചെയ്യാം. സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നിന്നൊക്കെ ചിലപ്പോൾ കൂടുതൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഐഗൻ വാല്യൂ. ലീനിയർ ആൽജിബ്രയിൽ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിൽ നിന്ന് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഇഗൻ വാല്യൂ, ഇഗൻ വെക്ടേഴ്സ്. ഈ 2 സെക്ഷനിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഐ തിങ്ക് ഇഗൻ വാല്യൂ എന്നൊരു ക്വസ്റ്റ്യൻ, ഇഗൻ വെക്ടർ എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതും ഇഗൻ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് അത്രയും പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ആർ മെട്രിക്സ് എ ആർ 2, 3, 6. ദെൻ എ മെട്രിക്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരു മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് തന്നിട്ടുണ്ട് 2, 3 ആൻഡ് 6 എങ്കിൽ ഈഗൻ വാല്യൂസ് ഉള്ള മെട്രിക്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിനു വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുന്നത് അല്ലെ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി വെച്ചിട്ട് അറിയാൻ പറ്റും സം ഓഫ് ഈഗൻ വാല്യൂസ് എന്താണ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ മെട്രിക്സ്, ട്രേസ് ഓഫ് ദി മെട്രിക്സ് അല്ലെ, ആ മെട്രിക്സിന്റെ ട്രേസിന് ഈക്വൽ ആണ്. അപ്പൊ 2 + 3 + 6 എത്രയാണ് വരുന്നത്? 2 + 3 5 + 6 11 വരും അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള ഏതിലെങ്കിലും നമുക്ക് സം ട്രേസ് എന്താണ് 11 വരുന്നുണ്ടോ എന്ന് നോക്കാം അല്ലെ. അപ്പൊ 3 + 5 + 3 എത്രയാണ്? 6 + 5 11 ഇത് വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിലും 10 + 8 + 7 അത് 11നെക്കാളും ഹയർ നമ്പർ വരുന്നു. അപ്പൊ ഇത് ഈ മെട്രിക്സ് എന്തായാലും അല്ല. പിന്നെ 5, 6, 5ഉം 8ഉം 15ഉം എഗെയിൻ 28 വരുന്നു, ഇതും അല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഈ രണ്ടും എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒരു പോയിന്റും കൂടെ ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് ദി മെട്രിക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എന്തായിരിക്കണം? ഈഗൻ വാല്യൂസ് ആയിരിക്കണം അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇനി ഈ ഒരു ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇതിൽ ഇനി ഡിറ്റർമിനന്റ് കൂടെ കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. സോ ഡിറ്റർമിനന്റ് ഞാൻ എങ്ങനെയാ? 3 × 5 × 3 15 മൈനസ് 1 × -1 എത്ര വരും? 1 വരും അല്ലെ. മൈനസ് ഓഫ് -1 × -1 × 3 -3 1 × -1 -1 ഇനി പ്ലസ് 1 × -1 × -1 1 മൈനസ് 1 × 5 5. ഇത് ഇത്രയും നോക്കാം. 3 × 14 മൈനസ് 3 ഇവിടെ മൈനസ് പ്ലസ് ആവും അല്ലെ. അപ്പൊ 1 - 3 -2 -2 × -1 2 വരും അല്ലെ. അപ്പൊ 2 പ്ലസ് 1 - 5 -4 ആണ്. -4 × 1 is -4 itself. അപ്പം 3 × 14 എത്ര വരും? നമുക്ക് 30 42 വരും അല്ലെ. 42 -2 -4 വരും അല്ലെ. അപ്പൊ 42 - 6 which is equal to 36. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ഉണ്ടെന്ന് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ഈക്വൽസ് 2 × 3 × 6 അതായത് 2 × 3 6 6 × 6 36. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസും ഡിറ്റർമിനന്റ് ഓഫ് ദി മെട്രിക്സും സെയിം ആണ് അല്ലെ. സോ നമുക്ക് എന്ത് പറയാം? എ എന്ന മെട്രിക്സ് ഇതാണെന്ന് നമുക്ക് ഫൈൻഡൈസ് ആക്കാം അല്ലെ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇഗൻ വാല്യൂസിൽ നിന്ന് മെട്രിക്സ് ഏതാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇഗൻ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസും ഇഗൻ വാല്യൂ എന്താണ്
അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ഈഗൻ വെക്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇവിടെ തന്നിട്ടുള്ളത് ലാംഡ ഈക്വൽ ടു -3 ഇസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഈ തന്നിട്ടുള്ള മെട്രിക്സിന്റെ ഈഗൻ വാല്യൂ ആണ് -3 എങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഈഗൻ വെക്ടർ ഓഫ് ലാംഡ ഈക്വൽ ടു -3. ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിൽ ഏതാണ് ഇതിന്റെ ഈഗൻ വെക്ടർ അല്ലാതെ വരുന്നത്? ഈഗൻ വെക്ടർ എന്ന് കേട്ട് കഴിഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആദ്യമേ മനസ്സിൽ വരേണ്ട ഒരു കാര്യമുണ്ട്, Ax ഈക്വൽ ടു ലാംഡ എക്സ്. ഓക്കെ, ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈഗൻ വെക്ടറിന്റെ ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Ax ഈക്വൽ ടു ലാംഡ എക്സ് എന്ന കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ എ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മെട്രിക്സ് ആണ്, എക്സ് എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഈഗൻ വെക്ടർ. അപ്പോൾ എനെയും ഈ തന്നിരിക്കുന്ന വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, -3 പുറത്തേക്ക് എടുത്താൽ ലാംഡ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ, ഈ -3 എന്ന വാല്യൂനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും ഈ ഒരു വെക്ടർ കിട്ടുവാണെങ്കിൽ then it is an eigen vector, otherwise it is not. ഓക്കെ, സോ അതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ഓക്കെ, സോ -2 ഫസ്റ്റ് ഞാൻ ഈ ഒരു വെക്ടർ വെച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ്, അത് വെക്ടർ ആണോ ചെക്ക് ചെയ്യാം. -2 2 -3 Ax ഞാൻ എഴുതുവാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് A മെട്രിക്സ് എഴുതുവാണ്. 2 1 6 -1 -2 0 ഇൻറ്റു എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ 0 ആണ്, നമ്മുടെ ഈ ഒരു വെക്ടർ 0 3 and 2. ഓക്കെ, അപ്പൊ ഇതിനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? 0 -2 into 0 0 2 into 3 6 -3 into 2 -6 അല്ലേ. അടുത്ത് 2 into 0 0 1 into 3 3 6 into 2 12 -1 into 0 0 -2 into 3 -6 0 into 2 0. അപ്പൊ 6 - 6 0 ആണ്, 3 + 12 15 ആണ്, ഇത് -6 ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, സോറി ഇവിടെ -15 എങ്ങനെയാ വരിക? സോറി ഇവിടെ ഒരു -6 ആണ് കേട്ടോ. ഓക്കെ, -6 വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് 3 - 12 വരും. സോ ദിസ് വിൽ ബിക്കം 3 - 12 will be -9. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -3 ഞാൻ പുറത്തെടുക്കാൻ നോക്കാം കേട്ടോ. -3 പുറത്തെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 0 3 ആൻഡ് -2 വരും അല്ലെ. അപ്പൊ നമുക്ക് തിരിച്ച് എന്ത് തന്നെ കിട്ടി? 0 3 2 അല്ലെ. അപ്പൊ ഈ മെട്രിക്സ് എനിക്കിപ്പോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലേ? X ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ. സോ ദിസ് ഈസ് എൻ ഐഗൻ വെക്ടർ. നമുക്ക് കണ്ടുപിടിക്കുന്നത് നോട്ട് എൻ ഐഗൻ വെക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇതല്ല, ഇത് ഐഗൻ വെക്ടർ ആണ്. സോ അല്ലാത്തതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്കി കൂടെ ഒന്ന് സോൾവ് ചെയ്ത് വേഗം നോക്കാം. ഓക്കെ, സോ ഇത് റൈറ്റ്, ഞാൻ ഇത് വീണ്ടും മെട്രിക്സ് എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് ആ വെക്ടർ മാത്രമേ എഴുതുന്നുള്ളൂ. 3 0 1 ഞാൻ മൈൻഡ് കാൽക്കുലേഷൻ വഴി എഴുതുവാണ്. ഓക്കെ, -2 into 3 gives ഇവിടെ -6 + 0 -3 6 + 0 -6 വരും, -3 + 0 + 0 അല്ലെ. ഇതിനെങ്ങനെ വരും? -9 0 -3 വരും അല്ലെ. ഇതിൽ നിന്ന് ഞാൻ -3 വെടിയിൽ എടുത്തു കഴിഞ്ഞാൽ 3 0 1 വരും അല്ലെ. നമ്മുടെ ആ മെട്രിക്സ് ആ ഒരു വെക്ടർ തന്നെ തിരിച്ചു കിട്ടി അല്ലെ. സോ ഇത് നമ്മുടെ ഐഗൻ വെക്ടർ ആണ്. ഇനി ലാസ്റ്റ് 1 1 1 നോക്കണം. ലാസ്റ്റ് അല്ലെങ്കിൽ 2 കൂടി ഉണ്ട്. അപ്പോൾ 1 1 1 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? ഇറ്റ് വിൽ ബി -2 + 2 + 2 -3 then 2 + 1 -6 -1 -2 + 0 അല്ലെ. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് -3 -3 -3 എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് -3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 1 1 എന്ന് വരും, വിച്ച് ഇസ് അഗെയിൻ ദ സെയിം വെക്ടർ. അപ്പൊ നമുക്ക് ഇത് 3 വെക്ടർ ആയിട്ട് കിട്ടി. അപ്പൊ എന്തായിരിക്കും നമുക്ക് ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് 3 വെക്ടർ ആണെങ്കിൽ അപ്പൊ ഒബ്വിയസ്ലി ഈ ഓപ്ഷൻ ആയിരിക്കും അല്ലേ കറക്റ്റ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ ഈസ് 5 6 7. നിങ്ങൾക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം
ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.